അങ്ങനെയുള്ള ഒരു എപ്പിസോഡിൽ പേഷ്യൻറ്റിന് നമ്മൾ ചിലപ്പോൾ ഓക്സിജൻ സപ്പോർട്ടൊക്കെ വേണ്ടി വരും. അതായത് ഓക്സിജൻ്റെ ലെവല് നന്നായിട്ട് കുറയും, സാച്ചുറേഷൻ കുറയുന്ന ഒരവസ്ഥ ചിലപ്പോൾ എക്സാസർബേഷനിൽ പേഷ്യൻസിന് വരാറുണ്ട്. അപ്പോൾ ഈ ബ്രോങ്കോ ഡയലൈറ്റിസ് വൺസ് ഡയഗ്നോസ് ചെയ്ത് നിങ്ങൾക്ക് ബ്രോങ്കോ ഡയലൈറ്റിസ് പ്രിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട്, അതായത് ഡോക്ടറോട് ചോദിച്ച് കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ ഡോസ് അനുസരിച്ച്, അതിൻ്റെ ടൈം അനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ ആ മെഡിസിൻ എടുത്തിരിക്കണം. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഈ ബ്രോങ്കിയൽ ആസ്മ കൂടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നീട് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഡോസ് നമ്മൾ വൺസ് നമ്മളൊരു ഇൻഹേലർ അല്ലെങ്കിൽ നെബുലൈസേഷൻ നിങ്ങൾക്ക് ഡോക്ടർ തരുവാണെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിക്കാതെ നിങ്ങളുടെ ആ ഒരു ഇൻഹേലറിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ നെബുലൈസേഷൻ്റെ ഡോസ് നിങ്ങൾ തനിയെ കുറയ്ക്കാനോ കൂട്ടാനോ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു എപ്പിസോഡ് വന്നാൽ തന്നെ, അതായത് കൂടിയ ഒരു അവസ്ഥ വന്നാലും അല്ലെങ്കിൽ നിർത്താതെയുള്ള ചുമ, ബ്രോങ്കിയൽ ആസ്മയുടെ ചുമയുടെ പ്രത്യേകത ഡ്രൈ കോഫ് ആയിരിക്കും. അധികം കഫം വരാതെയുള്ള ചുമയായിരിക്കും ബ്രോങ്കിയൽ ആസ്മയ്ക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നിർത്താതെയുള്ള ഒരു